ഇന്നത്തെ സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാവർക്കും പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു മലയുടെ മുകളിലോട്ടാണ്. കൃഷിഭൂമിയാണ്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അധികം കാഴ്ചകളൊന്നുമില്ല, എന്നാലും നല്ല സുഖമായിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല സേഫായ സ്ഥലമാണ്. ഇതാ നോക്കുക, താഴെ ഒരു തട്ടുപോലെ ഒരു സ്ഥലം കാണുന്നുണ്ട്. അവിടെ നമ്മൾക്ക് ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് രാത്രി കഴിക്കാനായിട്ട് എഗ് റൈസ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നമുക്ക് നാളെ രാവിലെ പോകാം. അങ്ങനെ ഇന്നത്തെ സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയുന്നു, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാൻ പറ്റിയില്ല. നമ്മൾ ക്യാമ്പിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോയിട്ട് നമ്മൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസങ്ങളായിട്ട്, അപ്പം ജനുവരി, ഫെബ്രുവരി, ഇനി മാർച്ച് വരെയൊക്കെ ഉണ്ടാകും, പഞ്ചായത്തുകൾക്കൊക്കെ ഫണ്ട് വരുന്നതാണ്. ഈ പഞ്ചായത്ത് റോഡുകൾ അറിയാലോ, മിക്കവാറും മലയുടെ മുകളിലോട്ടും ഒക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പം ഈ പഞ്ചായത്ത് റോഡ് ടാർ ചെയ്യുമ്പം അവർ റോഡ് മൊത്തമായിട്ട്, അധികം ട്രാഫിക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ, റോഡ് മൊത്തമായിട്ട് ക്ലോസ് ചെയ്തിട്ടായിരിക്കും അവർ ടാറിങ് പണിയൊക്കെ എടുക്കുന്നത്. അത് കാരണം നമ്മൾ ഓടി അവിടെ ചെല്ലുമ്പോഴേക്കും മിക്കവാറും റോഡൊക്കെ ക്ലോസ് ആയിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിൽ, മല ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്യും. കോൺക്രീറ്റ് ചെയ്താൽ പിന്നെ 10-15 ദിവസത്തേക്ക് തന്നെ റോഡ് ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെയുള്ള കഴിഞ്ഞ ആഴ്ച അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഈ ആഴ്ച നോക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ പോകാനുള്ള സ്ഥലങ്ങളൊന്നും റെഡി ആയില്ല. എല്ലായിടത്തും റോഡ് പണിയാണ്, തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഥലം എടുത്തത്. ഇതിപ്പം കൃഷിഭൂമിയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് താഴെ കണ്ടോ, ആ തട്ട് പോലെയുള്ള സ്ഥലത്ത് നമ്മൾക്ക് ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് ക്യാമ്പ് ചെയ്യാം. പിന്നെ സേഫ്റ്റി, ഇപ്പോൾ വേനൽക്കാലം നല്ല ചൂട് പിടിച്ച് വരികയാണല്ലോ. ചൂടെന്ന് മാത്രമല്ല, ഭയങ്കര ഉഷ്ണമാണ്. ഈ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഇപ്പം മഴ പെയ്യേണ്ട ഒരു സെറ്റപ്പിലോട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര മൂടിക്കെട്ടി കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ്. വേർത്ത് ഒലിക്കുകയാണ്. നമ്മളൊന്നും അത് കുളിക്കുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോഴും നമ്മൾക്ക് അവിടെ ഒരു കല്ലുണ്ട്, നമുക്ക് അവിടെ ഇരുന്നിട്ട് സൂര്യാസ്തമയമൊക്കെ കാണാം. ഇനി ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യാസ്തമയമാകും. ഞാൻ പറഞ്ഞ സ്ഥലം താഴെയാണ്. ഇതാകുന്നുണ്ടോ, താഴെ അവിടെ ആയിട്ടുണ്ടോ ഒരു തട്ടായിട്ടൊരു സ്ഥലമുണ്ട്. ഇവിടെ കുറച്ച് തെളിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. ഈ ഭാഗങ്ങളിലോട്ടൊക്കെ നല്ല റബ്ബർ തോട്ടങ്ങൾ, അവിടെയും റബ്ബർ തോട്ടം, മുകളിൽ കശുമാവിൻ തോട്ടം, ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്, ചക്ക ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ട്, പന്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പന്നികളൊക്കെ ഇട്ടേക്കുന്നതാണ്. ഈ പൊടിക്കകത്ത് എന്താണോ ഇവന്മാർ കഴിച്ചതെന്ന് അറിയത്തില്ല. ഈ മുകൾ ഭാഗത്തോട്ട് നല്ല കാടും കശുമാവിൻ തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു മലയുടെ ടോപ്പാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ, അവിടെ കണ്ടോ നല്ല കാട് പിടിച്ച റബ്ബർ തോട്ടം, അവിടെയൊക്കെ ഉണ്ടാവും പുള്ളിക്കാരന്മാർ. അവിടെ നിന്ന് ഇറങ്ങി തുള്ളി കളിച്ച് വരുന്നതാണ് ഇങ്ങോട്ടൊക്കെ. രാത്രിയാകുമ്പോൾ ഇവന്മാർ ഭക്ഷണം തേടി ഇറങ്ങും. അങ്ങനെ ഇന്നത്തെ സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി, നല്ല സ്ഥലമാണ്. നല്ല സൂര്യാസ്തമയമൊക്കെ ഇരുന്ന് കാണാൻ നല്ല സ്ഥലമാണ്. സൂര്യൻ്റെ വലിപ്പം കണ്ടോ. വേറെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ, വേറെ ഈ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ വലിയൊരു മലയുണ്ട്. അതുകൊണ്ടാണ് ആ സൂര്യൻ അത്ര വലുപ്പത്തിൽ കാണാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് ബീച്ചിലോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പോകുകയാണെങ്കിൽ സൂര്യൻ്റെ വലിപ്പം തീരെ കുറവായിരിക്കും. പിന്നെ എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരുപാട് ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. പോകാൻ പറ്റുന്ന അവസ്ഥയല്ല ഇപ്പം. എവിടെയൊക്കെ എന്തൊക്കെയാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ന്യൂസൊക്കെ കേൾക്കാറുണ്ടല്ലോ. ന്യൂസൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പേടിയാവും. സമയം 6:10 ആയിട്ടുണ്ട്. സൂര്യാസ്തമയം കണ്ടു, നല്ല അടിപൊളി. ഇത്രയും നല്ല റൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നത് വേറെ സ്ഥലങ്ങളിലൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു മലയാണ്. ഈ ഫ്രണ്ടിൽ നല്ല കുഴിയും തൊട്ടപ്പുറം ഒരു മലയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും അടുത്ത് ഏകദേശം കാണാൻ പറ്റുന്നത്. വൈകുന്നേരം ആകുമ്പം ചെറിയ കാറ്റൊക്കെ ഉണ്ട്. എന്തിനാണോ എന്തോന്നും അറിയത്തില്ല. ആകെപ്പാടെ ഒരു മൂടിക്കെട്ടി കിടക്കുന്ന കാലാവസ്ഥയാണ്. ഒരു പുക പിടിച്ച പോലെ കണ്ടോ. ഈ ദൂരോട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പം തന്നെ കാണുമ്പോൾ കണ്ടോ, മൊത്തത്തിലൊരു പുക കയറി കിടക്കുന്ന പോലെ കിടക്കും. മഴ പെയ്യുമോ അതുമില്ല, എന്നാൽ പിന്നെ തണുക്കുമോ അതുമില്ല.
എല്ലാം ഉണങ്ങി കരിഞ്ഞ് കിടക്കുകയാണ്. കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട്. ഞാൻ നടക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കുന്നില്ലേ? ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ ഭയങ്കര സൗണ്ടായിരിക്കും. ചിലപ്പം ഈ ഇലയൊക്കെ വീഴുവാണെങ്കിൽ തന്നെ ഭയങ്കര സൗണ്ടായിട്ട് നമ്മൾക്ക് കേൾക്കും. അന്നേരമൊക്കെ പേടിച്ച് പണ്ടാരം തുടങ്ങിയപ്പോൾ. ഒരു സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്ന സാധനമായിരുന്നു ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്ന സംഭവം. ആ സംഭവം അല്ല ഇത്. ഇത് വേറെ എന്തോ ഒരു കാട്ടുചീരയാണ്. ഇതിലൊക്കെ ഒരുപാട് മുളച്ച് വെപ്പുണ്ട് ഈ സാധനം. ഇതുണ്ടോ? അതാ ഇനി പൊന്നാങ്കണ്ണി ചീരയാണോ? അല്ലാന്നോ? നല്ല സാധനം അതല്ല. അത് ഇത്രയും ഇതിൻ്റെ പൂ കണ്ടോ? പൊന്നാങ്കണ്ണി ചീരയ്ക്ക് പൂ ഇങ്ങനെ ഉണ്ടായിരിക്കത്തില്ല. പൂ ഇങ്ങനെ നീണ്ടു വരത്തില്ലേ, അടിയിലായിരിക്കും ഉണ്ടാകുന്നത്. ഇത് പൊന്നാങ്കണ്ണി ചീര എന്നും പറഞ്ഞ് കറി വെച്ച അത്ര സുഖം ഉണ്ടായിരിക്കത്തില്ല. നല്ല ഇരുട്ടായിട്ട് വരുന്നുണ്ട്. സൂര്യാസ്തമയമൊക്കെ മൊത്തമായിട്ടായിട്ടുണ്ട്. ഈ മരത്തിൻ്റെയൊക്കെ ഇല മൊത്തം കൊഴിഞ്ഞു നിൽക്കുക. അതിൻ്റെ കമ്പ് പരുവത്തിലുള്ള സാധനങ്ങൾ താഴോട്ട് വീഴുന്നുണ്ട്. അത് താഴെ വീഴുമ്പോഴേക്കും നല്ല സൗണ്ട്. ഇവിടെ ഒരു കാക്ക ഇരുന്ന് കരയുന്ന എന്തിനാണോ? ആരെങ്കിലും ഗസ്റ്റ് വരാനാണോ രാത്രി? വിളിച്ചു വരുത്തുവാണോ? ഈ മാവയെ കണ്ടു, എന്തുമാത്രം മാങ്ങയാണ്. മാവ് ഒടിയുന്ന പോലെയാണ് മാങ്ങയിരിക്കുന്നത്. നമ്മുടെ ടെൻ്റൊക്കെ സെറ്റായിരിക്കുകയാണ്. കുറച്ചും കൂടി കഴിയട്ടെ, ഒന്ന് ഇരുട്ടാകട്ടെ, എന്നിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. കുറച്ചും കൂടി തണുക്കണം. പണ്ടൊക്കെ ഒറ്റ ഏറിന് മാങ്ങ വീഴ്ചോണ്ടിരുന്നു. ഇപ്പോൾ മാങ്ങയുടെ അടുത്ത് പോലും എത്തുന്നില്ല. കുറേ കേട് പിടിച്ച മാങ്ങയിൽ കിടപ്പുണ്ട്. ഇതിലൊക്കെ കേടാ. കാട്ടുകോഴി കൂവുന്നുണ്ട്. ഒരെണ്ണം ഇവിടെ ഇരുന്ന് കൂവുന്നുണ്ട്, ഒരെണ്ണം ആ മലയുടെ ആ സൈഡിൽ നിന്ന് കൂവുന്നുണ്ട്. ഇയാൾ കൂവിക്കഴിഞ്ഞ് കേട്ടോ, അയാൾ അവിടെ നിന്ന് കൂവും. നല്ല ഇരുട്ടായിട്ട് വരുന്നുണ്ട്. ചന്ദ്രൻ ചെറുതാണെങ്കിലും കുറച്ച് വെട്ടമൊക്കെ ആയി വരുന്നുണ്ട്. ഈ മരം ഒരു വില്ലനാണ് കേട്ടോ. ഇങ്ങനെ ഈ കമ്പ് വീണുകൊണ്ട് ഇരിക്കും. എന്തോ സൗണ്ട് ഇടയ്ക്കിടയ്ക്കേ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തോ ചാടി വരുന്ന പോലെയൊക്കെ തോന്നും നമ്മൾ. നല്ല ഉഷ്ണമാണ്. നല്ല ഉഷ്ണമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആ കമ്പുകളൊക്കെ വീഴുന്ന സൗണ്ട് കേട്ടിട്ടേ എന്തോ ചാടിത്തുള്ളി വരുന്ന പോലത്തെ ഒരു പ്രതീതിയാണ്, ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. ഈ കരികില നല്ല ഉണങ്ങി കിടക്കുമ്പോഴേക്കും അത്തേൽ എന്തെങ്കിലുമൊക്കെ വീഴുവാണെങ്കിൽ വലിയ സൗണ്ടായിരിക്കും. നമ്മൾ ഈ കരികിലയുടെ മുകളിലാണ് ജസ്റ്റ് അതൊന്നും ക്ലീൻ ചെയ്തില്ല. ആ കരികിലയുടെ മുകളിൽ തന്നെ രണ്ട് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു മയം കിട്ടും. ആദ്യം ഒരു സൗണ്ട് ഉണ്ടാക്കുമെങ്കിലും കുറച്ച് കഴിഞ്ഞ് നല്ല മയം കിട്ടും. പിന്നെ വരും മാസങ്ങളിൽ ചൂട് കൂടി വരുവാണ്. എന്തോ ചെയ്യുമെന്നറിയില്ല. ഇന്നും നമുക്ക് എഗ് റൈസ് ഉണ്ടാക്കി കഴിക്കാം. വെറൈറ്റി ആയിട്ട് എഗ് റൈസ് അല്ല, റൈസിന് പകരം സേമിയ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാമ്പിങ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളിയായിരുന്നില്ലേ? നല്ല വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. കുറച്ച് പൊടിയും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ പ്രശ്നം ഉണ്ടായിരുന്നൊന്നുമില്ല. നിങ്ങളാരും ശ്രദ്ധിച്ചു വല്ലതും അറിയത്തില്ല. തുടക്കത്തിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പുറത്തോടൊക്കെ ഇറങ്ങി നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജലദോഷം, മൂക്കിങ്ങനെ ഒലിക്കാൻ തുടങ്ങും, വെള്ളം പോലെ ഒലിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആ ഫ്ലോയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ വലിക്കുന്ന കാര്യം നമ്മൾ അറിയത്തില്ല. ഞാൻ ലാസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അതിനകത്ത് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കുന്നത്. ഇതിപ്പം അത് കാണുന്ന നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? ഞാൻ ഓരോ ഭാഗം ഇങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള കാലാവസ്ഥയുടെ പ്രശ്നം. അതാണ് നമ്മൾ കുറച്ച് സമയം പുറത്തോട്ട് നടക്കുവാണെങ്കിലേ തല ഇങ്ങനെ നനഞ്ഞ പോലെയാവും. കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങ് ജലദോഷം. അത് കുറച്ച് പ്രശ്നമൊന്നുമില്ല, രാവിലെ അങ്ങ് മാറിക്കോളും. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. വെള്ളം തിളച്ചിട്ടുണ്ട്. സേമിയ ജസ്റ്റ് ഇട്ട് വെച്ചാൽ മതി, തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട. തിളപ്പിച്ചാൽ എല്ലാം കുഴഞ്ഞു പോകും. നമുക്ക് ഈ സേമിയയുടെ വെള്ളം ഒന്ന് ഊറ്റിയിട്ട് വരാം. അടിപൊളി. പന്നിയും മൃഗങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ നടക്കുന്ന മനുഷ്യന്മാർ വഴിയുള്ള അതിൽ തന്നെ അവർ വരത്തുള്ളൂ. മുകളിൽ നിന്ന് തുള്ളിച്ചാടി ഇങ്ങോട്ട് വരുന്ന സെറ്റപ്പുകളൊക്കെയാണ്. അങ്ങ് മുകളിൽ കുറേ കാടും ബഹളങ്ങളൊക്കെയാണ്. സവാള ഗിരിഗിരി. ഒരു സവാള മൊത്തം ഇനി അത് പകുതി അവിടെ വെച്ചിട്ട് പിന്നെ അത് വേസ്റ്റായി പോകണ്ട. എവിടെയോ പള്ളിപ്പെരുന്നാളുണ്ട് ദൂരെ എന്നുള്ള പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നു. ഈ ഉഷ്ണിക്കുന്ന കാലാവസ്ഥയാകുമ്പം നല്ലപോലെ ശ്രദ്ധിക്കണേ. പാമ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവർക്ക് ഈ പകൽ ഈ ചൂടടിച്ച് ഈ പൊത്തിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ടേ ഇവർ പെട്ടെന്ന് വൈകുന്നേരം പുറത്തോട്ടിറങ്ങും. കുറച്ച് തണുപ്പൊക്കെ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച്. ഇനി നമുക്ക് മസാലകളൊക്കെ ഇടാം. സ്ഥിരം പരിപാടി പോലെ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പെപ്പർ, പിന്നെ ചിക്കൻ സ്റ്റോക്ക്, ഇതൊക്കെ തന്നെ പരിപാടി. സംഭവമൊക്കെ സെറ്റ്. ഇനി ഇതിടുന്നു. നമ്മൾക്ക് ഈ സേമിയ ഒന്ന് ഫ്രൈ ചെയ്യണമായിരുന്നു. കട്ടയൊന്നും ആയിപ്പോയില്ല, എന്നാലും ഒരു കാര്യം പറയാം. പാമ്പിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്യാമ്പൊക്കെ ചെയ്തിട്ട് രാവിലെ എല്ലാം പാക്ക് ചെയ്ത് 2 വീലറിൻ്റെ അടുത്ത് ചെന്നപ്പം 2 വീലറിൻ്റെ അടുത്ത് കുറച്ച് ഒരു കാടൊക്കെയുള്ള സ്ഥലമാണല്ലോ. ഒരു ചപ്പിൻ്റെ മുകളിൽ ഞാനാദ്യം വിചാരിച്ചു ഷൂസിൻ്റെ ഈ ലേസ് കണക്കൊരു സാധനം ഇങ്ങനെ ചുരുണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു ഷൂസിൻ്റെ ലേസാണെന്ന് വിചാരിച്ചു. അത് അത്രയും നീളത്തിലുള്ള, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇത്രയും വണ്ണം കുറവും അത്രയും നീളമുള്ള പാമ്പിന്. ഏകദേശം 1 മീറ്ററോളം നീളമുള്ളൊരു സാധനം. വണ്ണമോ തീരെ കുറവ്. എന്തോ നൂടി ചുരുട്ടി വെച്ചേക്കുന്ന പോലെ അതിൻ്റെ മുകളിലിരിക്കുകയാണ്. നല്ല വിഷമുള്ള സാധനം. അതിൻ്റെ തല കണ്ടാൽ അറിയാം അതിന് വിഷമുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇവന്മാർ ഈ വെളുപ്പാങ്കാലത്ത് ഈ ചപ്പിൻ്റെ മുകളിൽ കയറിയിരിക്കും. ഈ വെളുപ്പാങ്കാലത്തുള്ള ഈ മഞ്ഞൊക്കെ കൊള്ളാൻ ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടല്ലോ, നല്ല കുറച്ച് വെള്ളം മയമൊക്കെ ആണല്ലോ. അപ്പോഴതൊക്കെ നോക്കുക. ചില ആൾക്കാരൊക്കെ ഉണ്ട് ഈ നടന്നൊക്കെ പോകുമ്പോൾ 2 ഇലയൊക്കെ ഇങ്ങനെ പറിക്കുക, വായിൽ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തിരുമിക്കൊണ്ട് നടക്കുക. അപ്പോൾ വായിലോട്ടൊക്കെ വെക്കുമ്പം ശ്രദ്ധിക്കുക, വല്ല പാമ്പ് കുഞ്ഞൊക്കെ ആയിരിക്കും. എങ്ങനെയുണ്ടോ നോക്കട്ടെ. സംഭവം പൊളി കാണുമല്ലോ, നല്ല അടിപൊളിയാണേ. ഇനിയിപ്പം ചോറ് വെക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയമില്ല എങ്കിൽ ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുതിയ റെസിപ്പിയാണ്. സേമിയ ഒന്ന് വറക്കണേ. വറക്കാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്.
എല്ലാം കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. സേമിയ ഉപയോഗിച്ച് എഗ്ഗ് ഫ്രൈഡ് റൈസ് നല്ല അടിപൊളിയാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, കിടക്കാനുള്ള സെറ്റപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി, നല്ല ഇരുട്ടായിട്ടുണ്ട്. രാത്രി ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് എന്താ കാര്യം, വരാനുള്ളത് എന്തായാലും വരും. പിന്നെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇനി അധികം പുറത്തോട്ടൊന്നും ഇറങ്ങി നടക്കാണ്ട് ടെൻറ്റിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അറിയാലോ, ഈ പകലത്ത് ചൂട് കാരണം ഒരു സാധനം പൊത്തിൻ്റെ അകത്തിരിക്കുമല്ലോ, എല്ലാം പുറത്തോട്ടിറങ്ങി വരും. ഒരു കുറുക്കനുണ്ട്, കുറച്ച് സമയമായി ആ താഴെ കിടന്ന് പോകുന്നു. അപ്പോൾ നമുക്ക് ഷട്ടർ ഇട്ടേക്കാം. ഷട്ടറിടാൻ സമയമായി. സമയം അധികമൊന്നും ആയല്ലോ, 9 മണി ആയതേ ഉള്ളൂ. 9 മണി ആവുന്നു, 8:50. മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങാൻ പാകത്തിന് തണുപ്പൊന്നുമില്ല. അപ്പോഴേ ശരി, ഉറങ്ങിയേക്കാം. എല്ലാവരും ഉറങ്ങുമല്ലേ? അപ്പോഴെല്ലാവർക്കും ഗുഡ് നൈറ്റ്.